അതേപോലെ നമുക്ക് ഓരോ സമ്മാനങ്ങളുണ്ട്. കോൺഗ്രസ് പഠിച്ച അഭിപ്രായം അതേപോലെ സ്റ്റേജിലേക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് നോക്കിയിട്ട് കോപ്പിടിച്ചു അശ്വനി ബാക്കി അപ്പൊ നമ്മുടെ 23-26 ബാച്ച് നിങ്ങളുടെ ലാസ്റ്റ് പ്രോഗ്രാമാണ്. 20 ബാച്ച് കഴിഞ്ഞിട്ട് ഫെയർവെല് നടത്തുന്ന ബാച്ച് നിങ്ങളുടെയാണ്. പിന്നെ നിങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചർമാരും മറന്നില്ല. നിങ്ങളുടെ ജ്യോതി മിസ്, ചെറിയ മിസ്, അങ്ങനെ എല്ലാവരും ആദം സിംഗ് പിന്നെ എന്താണ് പിന്നെ നമ്മൾ ആ ടൂറ് പോയ ഗ്യാങ് അല്ലേ? അപ്പൊ എന്താ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനിയിപ്പോ നമ്മുടെ 6th സെമിനാർ കൂടെ വരാനുള്ളൂ. വാല്യുവേഷൻ പ്രോസസിംഗിലാണ്. എന്താണ് എല്ലാവർക്കും ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ആയില്ലേ? എല്ലാവർക്കും ഇനി പഠിക്കണം, ജോലിക്ക് പോണം. പഠിച്ചത് അത്രയും അല്ലാതെ ഒരു ഇന്റർവ്യൂക്ക് പോയപ്പോ മനസ്സിലായില്ലേ ഇമാനുവലെ? എന്താ എന്താ പ്ലാനിങ് എന്താ മൊത്തം? അങ്ങനെ പറയുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഭാവിയിൽ നിങ്ങൾ ഇങ്ങനെ കാരണം നിങ്ങൾ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള പിള്ളേരാണല്ലോ. ഭാവിയിൽ നിങ്ങൾ ഇനിയും ഇങ്ങനെയൊക്കെ റീയൂണിയനും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങളെയും വിളിക്കാം. കാരണം എന്താ വെച്ചാൽ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ 10th പഠിച്ച് ഒരു റീയൂണിയൻ ഉണ്ടായി. അപ്പോൾ ആ ടീച്ചേഴ്സിന്റെ ഒരു സന്തോഷം കണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്താ പറയാ, ജ്യോതി മിസ് പോയതിനു ശേഷം കൂട്ടറാകാൻ ജ്യോതി മിസ് ഉള്ളപ്പോ വഴക്കിട്ടായിരുന്നു പോയതാണ്. അതിനുശേഷം ട്യൂട്ടറായിട്ട് ക്ലാസ്സിൽ കയറി. ഒരു വർഷം പഠിപ്പിച്ചിട്ടും കൂടി ഇല്ല ആ വാശിക്കിരുന്ന്. അതിനുശേഷം ടൂറ് പോയി. ക്ലാസ് ട്യൂട്ടറായപ്പോ കുറച്ചുകൂടി കമ്പനിയായി. ടൂറ് പോയി കഴിഞ്ഞപ്പോ നന്നായിട്ട് കമ്പനിയായി. അതുപോലെ 19 ബാച്ച് കഴിഞ്ഞ് SBS ടൂറ് പോയ ബാച്ചാണ് നിൽക്കണേ. എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും അത് മറന്നു.
ഓരോരോ ഒച്ചകൾ പറഞ്ഞ് ഓരോരോ ശബ്ദങ്ങളെ വിളിക്കും. ഓരോരോ ശബ്ദങ്ങളെ ക്ലാസ്സിലെന്ന് പറയുന്നത് മനുഷ്യന്മാരാണോ വേറെ വല്ല ജീവികളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പറയുന്നെങ്കിൽ ശരിക്കും മിസ് ചെയ്യും. അത് ശരിക്കും മിസ് ചെയ്ത് തുടങ്ങി. കാരണം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോയപ്പോ ഈ ലാസ്റ്റ് 2-3 മാസം ശരിക്കും ഞങ്ങൾ മിസ് ചെയ്തു. ഞങ്ങൾ പറയുകയും ചെയ്തു ആ നോമ്പിന്റെ ടൈമിലൊക്കെ ആ മാവിന്റെ ചോട്ടിൽ ആ വില്ലേജ് ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് സങ്കടം ആ മാവിന്റെ ചോട് ചെക്ക് പോസ്റ്റ് അറിയാം എന്റെ യൂണിഫോമിന്റെ പിന്നെന്താ പറയാ ശരിക്കും മിസ് ചെയ്യും. എല്ലാ ബാച്ചിനോടും പറയണ മാതിരിയല്ല, പക്ഷെ നിങ്ങളെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. ഫ്യൂച്ചർ പറയാൻ കുറെ പേരൊക്കെ പി ജിക്ക് പോകുന്നുണ്ട്, കുറെ പേര് ജോലിക്ക് നോക്കുന്നു. എല്ലാവർക്കും നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എനിക്ക് ലീവ് എടുത്താണ് ഞാൻ വന്നത്. എന്നെ സംബന്ധിച്ച് നമ്മുടെ ഇതില് ഞാൻ 2 ബാച്ചിനാണ് ട്യൂട്ടർഷിപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി ഇതിൽ കുറച്ച് HOD കുറച്ച് എല്ലാം ഒക്കെ ആയിപ്പോയി. അപ്പോൾ 2018 ആണ് ഫസ്റ്റ് ബാച്ച് വരുന്നത്. 2018 തൊട്ടുള്ള എല്ലാ കുട്ടികളെയും ഞാൻ കാണുന്നതാണ്. അവര് ഞാൻ വരുന്ന സമയത്ത് 2018 സെക്കൻഡ് ഇയർ സംതിങ് ആണ്. അതായത് എല്ലാവരും ഓൺലൈൻ ക്ലാസ് ആണ് അവരേക്ക് എടുത്തത്. 2020 ബാച്ചാണ് പിന്നെ എനിക്ക് ട്യൂട്ടർഷിപ്പിലും അവർ ഓൺലൈൻ അല്ലാണ്ടുള്ള ക്ലാസ്സിലേക്ക് വരുന്നത്. അവരും 60 കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ബാച്ച് അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് HOD പോസ്റ്റിലേക്ക് ഞാൻ മാറി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നിങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾ വന്നപ്പോൾ 2020 ബാച്ച് ഇറങ്ങിയ ഒരു സമയമായിരുന്നു. ആക്ച്വലി ഞാൻ ആ സമയത്ത് പോയാലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ്. എനിക്ക് അവരത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. പക്ഷെ ഇവർ കുറച്ചും കൂടെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇപ്പൊ നിങ്ങൾ എനിക്ക് തരുന്ന അതേ ഇത് തന്നെ അവരും എനിക്ക് തന്നിട്ടുണ്ട്. 60 പേര്. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ 50 പേര് എനിക്ക് പേഴ്സണലി എല്ലാവരും അറിയാം. അപ്പൊ അതേ ഇതുപോലെ തന്നെയായിരുന്നു 2020 ബാച്ച് ഉണ്ടായിരുന്ന കുട്ടികൾ 60 പേരും. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയപ്പോൾ 2020 ബാച്ചിലെ കുറെ അധികം കുട്ടികളെല്ലാം വന്ന് കണ്ടു. പേഴ്സണലി വന്ന് കണ്ടു. അതെനിക്ക് ഉണ്ടാക്കിയ ഒരു സന്തോഷം പ്രൈസ്ലെസ്, അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരെയും കാണാൻ വന്നത്. നിങ്ങൾ 2 പേരെയും വെച്ച് നോക്കുമ്പോൾ ആരാണ് പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ഉത്തരയില്ലാത്തൊരു സംഭവമാണ്. കാരണം 2 പേരും ഈക്വലാണ്. 2 പേരും ഒരേ ഇമ്പോർട്ടൻസ്. ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലേസ് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന 2 ബാച്ചാണ്. ഞാൻ നിങ്ങളെ മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്ര ആയിടും എന്ന് നിങ്ങൾ തിരിച്ചിങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ ഇവിടെ പോയ സമയത്ത് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ശരിയാണെന്ന് മനസ്സിലാക്കി തന്നത്. കാരണം ഒരു പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ പോകുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് അത്ര വിഷമമുണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങ് പോകുന്ന ഒരു ഇതല്ലേ. അതേസമയം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയതുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണലി എല്ലാവർക്കും തന്നെ ഭയങ്കര വിഷമമായി. ഈവൻ കുറെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പോയെങ്കിലും എനിക്ക് ഈ നിമിഷം വരെ ഞാൻ നിങ്ങളുടെ ഒരു ട്യൂട്ടറായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം കോളേജ് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ എന്നെ വിളിച്ചറിയിച്ചോണ്ടിരുന്നത്. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാളെ വിളിക്കും, ഒരാളല്ല വിളിക്കുന്നത്. അതൊരു സത്യമാണ്. ഒരാൾ മാത്രമേ എന്നെ വിളിക്കുക അങ്ങനെയല്ല, ആരെങ്കിലൊക്കെ വിളിക്കും. ഇപ്പോ എന്താ പറയാ, എക്സാം ആയാലും ദീപാറായാലും ബോർഡ് കൊടുത്തതായാലും വേറെ എന്ത് ഇഷ്യൂ ആയാലും എന്ത് സംഭവമാണെങ്കിലും ആരെങ്കിലൊക്കെ വഴി ഞാനത് അറിയുന്നുണ്ട്. ആക്ച്വലി അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന. അല്ലെങ്കിൽ പല സമയങ്ങളിൽ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരെ കുറെ സമയം എടുക്കും. അത് ആൾക്കാരുണ്ടാവും. അപ്പൊ പല ഇൻസിഡന്റും നമുക്ക് പലതും വളരെ ഹാർട്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും
ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പം നമുക്കൊരു സന്തോഷമാണ്, കുട്ടികൾ ഓർക്കുന്നുണ്ടല്ലോ, വേദനിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര പ്ലസ് ആയിരുന്നു നിങ്ങൾ മനസ്സിലായി. ഈവൻ ചില സമയങ്ങളിൽ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. പിന്നെ പേഴ്സണലി പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും എന്താ പറയാ, എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇവിടെ ഇരിക്കുന്നതിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ചിലപ്പോൾ എങ്കിലും പറയാതിരിക്കുന്നുള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരും ഞാനൊരു മെസ്സേജ് അയച്ചാൽ, ഒരു വിഷസ് അയച്ചാലൊക്കെ എല്ലാവരും അപ്പം തന്നെ റിപ്ലൈ ചെയ്യും. അതിനൊരു വലിയൊരു സന്തോഷമാണത്. നമുക്കത് നിൽക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ടീച്ചേഴ്സ് നമുക്കത് ഭയങ്കര ഹെൽപ്പിംഗാണ്. റിസൾട്ട് ആക്കാറില്ല എല്ലാവരോടും ഇത് പറയാറുണ്ട്. പിന്നെ പറഞ്ഞ പോലെ എനിക്കൊരു സംഭവം പറയാന്ന് വെച്ചാല്, ഒരു തവണ റിസൾട്ട് വന്നപ്പോൾ അൽത്താഫ് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഞാൻ എടുക്കൂല, പിന്നെ ഒറ്റ എടുക്കില്ല. അലമ്പല്ലിയുടെ ഞാൻ പറയൂല. ഷെയ്ബലി കളി ഷെയ്ബലി ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാം ചെയ്യുമ്പോൾ അവന് ഫാമിലിയൊക്കെ അടുത്തിരിക്കുന്നത് നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു വെറുതെ അവിടെ ഇരിക്കുമ്പോൾ നല്ല വഴിയോ പറഞ്ഞിട്ട് അതേ കൂടുതൽ ഹാർഡ് ചെയ്ത അൽത്താഫിലാണ് പറയുന്നത്. അല്ല ഞാൻ പറയുന്നത്. അപ്പോ എന്തായാലും അപ്പൊ വഴക്ക് പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവനത് പറഞ്ഞപ്പോ എനിക്കെന്നെ സന്തോഷം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാല് എന്താ പറയാ, സന്തോഷമാണ്, സന്തോഷമാണ്. അത്ര സന്തോഷമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഓപ്ഷനിൽ പറയുന്നത്. അതൊക്കെ എൻ്റെ ഒരു വല്ലാത്തൊരു പോയിന്റാണ്. അത് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അവരുടേതായ ഒരു റീസണും കാര്യങ്ങളും ഉണ്ട്. ഗേൾസായാലും ബോയ്സ് എല്ലാവരും തന്നെ എന്നെ വിളിക്കാനും പറയാറുണ്ട്. ആരും ഇന്റൻഷ്യലി റിസൾട്ട് വിളിക്കുക പറയാൻ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി ഞാനിവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാതെ ഞങ്ങൾ ടീച്ചേഴ്സ് തമ്മിൽ അധികം കോളും ഇതൊന്നും നടക്കാറില്ല. പക്ഷെ ഞങ്ങൾക്ക് അതിന് സമയം കിട്ടാറില്ല. കാരണം അത് ഇനിയിപ്പോ നിങ്ങളിവിടെ നിലനിൽപ്പോൾ നോക്കിയാൽ നിങ്ങൾ എത്ര പേര് പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. അത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, അല്ലെങ്കിൽ ഇതല്ല. എല്ലാവരും അതെ അവരവിടെ ഇതിൽ മിസ് ചെയ്യാം. ആരും മനഃപൂർവ്വം വിടുന്നതായിരിക്കില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നാളെ തൊട്ടൊക്കെ ആണെങ്കിൽ വീട്ടിലുള്ളവരുടെ എല്ലാവരെയും വിളിച്ചിട്ട് ഇനി എന്താ ചെയ്യുക, ഇനി എന്താ നിങ്ങളുടെ പരിപാടി, ഈ ചോദ്യം ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. ഗേൾസിനും ബോയ്സിനും കുറച്ചുകൂടെ ശക്തമായി വരും. സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള രണ്ട് ബാച്ച് നിങ്ങളുമാണ്. എസ്പെഷ്യലി നിങ്ങള് രണ്ടാമത്തെ ദിവസം തന്നെ എല്ലാവരും ഭയങ്കര കൂട്ടായിരിക്കും. മനസ്സിലായില്ലേ? അതായത് മറ്റേ നിങ്ങളുടെ പ്രോഗ്രാമിനെല്ലാം ആരംഭിന്റെ മുമ്പ് തന്നെ ഭയങ്കര കൂടെ. അപ്പോഴേ ഞാൻ ഓർത്തത് ഇവരുമായിട്ട് എങ്ങനെയാ പോണേ എന്നുള്ളത്. പക്ഷെ വേറൊരു പോയിന്റ് ഞാൻ ഇതിൽ നോട്ട് ചെയ്തത്, ആ 20 ബാച്ചും നിങ്ങളും മാത്രമാണ് ക്ലാസ്സിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട്സ് ഇല്ലാത്തവർ. എല്ലാവരും നിലനിർന്നു പോയ അത് ബാക്കിയുള്ള എന്തൊക്കെ വെച്ചാല് മിക്കവരും ഫോളോ ചെയ്ത് അതിന്റെ ഒരു നല്ലൊരു പെർസെന്റേജ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായത് സോഫ്റ്റ്വെയർ എല്ലാവർക്കും അത്ര ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന എളുപ്പമല്ല. അത് പഠിച്ചെടുക്കാനും ഇപ്പോഴും ഇത്രയും പഠിച്ചിട്ടും ആ ഫീൽഡ് മാറി ചെറുന്നവർ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. ഫീൽഡിൽ നിൽക്കുന്നവർ എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ മതി. അതൊക്കെ തന്നെയാണ്
എങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്നതിനേക്കാൾ ഉപരി പരസ്പരം സഹായിക്കുക എന്നുള്ളത് വലിയ പോയിന്റാണ്. ആ പരസ്പരം സഹായിച്ചത് കൊണ്ട് മാത്രമാണ് എല്ലാവരും കണ്ടിന്യൂ ചെയ്തത്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവും, ഉണ്ടാകണം എന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഒരു 10-25 വർഷം കഴിയുമ്പോൾ എന്തായാലും കേൾക്കണം. അപ്പോഴത്തെ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ 20 വർഷമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരു രീതിയിൽ സെറ്റിലാവും. ബോയ്സ് നല്ല രീതിയിലാണെങ്കിലും ഗേൾസ് ആണെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് ഇച്ചിരി ഫ്രീ ആവും. അപ്പോൾ ഒരു 10-25 വർഷമൊക്കെ ആകുമ്പോൾ എല്ലാവരും നിങ്ങൾ വിചാരിക്കും ഗേൾസ് ഇപ്പം അങ്ങ് പോയി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ബോയ്സ് എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലേക്കുള്ള ഉത്തരവാദിത്വം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. അല്ലാണ്ട് ആരും പ്ലാൻ ചെയ്ത് ആരെയും മാറ്റി നിർത്തുകയോ അല്ലെ വിളിക്കാതെ പറയില്ല. എല്ലാവരുടെയും ഇതിൽ തിരക്കുകളും കാര്യങ്ങളും വരും. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അവരുടെ ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. അപ്പോൾ അവരുടെ കാര്യം പറയുമ്പോൾ ഫ്രണ്ട്സിലേക്ക് മാറ്റി. പക്ഷെ അതിനോട് പറഞ്ഞ് ഫ്രണ്ട്സിനെ ആരും മാറ്റി നിർത്തല്ല. ഇതേ വൈബ് തന്നെയായിരിക്കും എല്ലാവർക്കും. ആർക്കും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. കാരണം ഞാനൊക്കെ കോളേജ് കഴിക്കുന്നതിന് 10 വർഷം കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സിന് 1-2 പേരൊക്കെ ഞങ്ങൾ കാണാറുള്ളൂ. അവരെ കാണുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ഓർഗനൈസറായാലും പക്ഷെ എല്ലാവരും കാണുമ്പോൾ ഇതേ രീതിയിൽ തന്നെ എല്ലാവർക്കും ഞാൻ മാത്രമല്ല വളരെ സീനിയറായിട്ടുള്ളവരും നമ്മുടെ പാരൻസും അവരൊക്കെ ഇങ്ങനെ ഒരു റീയൂണിയനിൽ എന്ന് കോളേജിൽ കണ്ട എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് കോളേജ് അതുപോലെയായിരുന്നു ആ ഒരു കുറച്ച് മണിക്കൂർ. കഴിയുമ്പോൾ എല്ലാവരും അവരുടെ കാര്യം ഇത് ഈ ഡിഗ്രി സമയത്തെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രഷ്യസ് ആണ്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റി എന്നുള്ളതിന് പൂർണ്ണ ബോധ്യമുള്ള ഒരാളാണിത്. കാരണം വേറെ ഒരു രീതിയിലും എനിക്ക് കുട്ടികളെ പറയുമ്പോൾ ആവശ്യം അല്ലെങ്കിൽ പിന്നെ ഞാനാദ്യം പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കുട്ടികളായതുകൊണ്ട് എന്ന് ഇവരുടെ കംപ്ലൈൻറ്റ് കേൾക്കാനായിരുന്നു എന്ത് തരത്തിലുള്ള ദിവസം പോലും ഇല്ല. ആരെങ്കിലും ആ സീനില്ല കഴിക്കലൊക്കെ പിന്നെ ഏമ്പാ ഓക്കെ 600 വണ്ടി മകേറ്റല്ലേട്ടാ. അല്ല അങ്ങനെയൊക്കെ കുറെ കംപ്ലൈൻറ്റ്സ് നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ അധികമൊന്നും എനിക്ക് നിങ്ങളൊന്ന് വഴക്ക് പറയേണ്ട ആവശ്യമൊന്നും എനിക്ക് പലപ്പോഴും വന്നിട്ടില്ല. ഏതെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ആ പറയുന്നതെല്ലാം ആ ഒരു അല്ലാത്ത രീതിയിൽ റിയാക്ട് ചെയ്തിട്ടൊന്നും ഇല്ല ഇതുവരെ ആരും. മേനോൻ സതീശ് വടശ്ശേരി അത് ഞാൻ കണ്ടിരുന്നു ഇഞ്ചി ചെയ്തപ്പോ. അല്ല അവരൊക്കെ ഓക്കെ അല്ല ട്രിപ്പിന് വന്നില്ല. കാരണം ഹെൽത്ത് ഓക്കെ അല്ല. അതുകൊണ്ടാണ് അവൻ 1 ഡേക്ക് വന്നത്. കാരണം അത്രയും ദിവസം ആ കുട്ടിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അഭിനന്ദ ഞാൻ എടുത്ത് ചോദിച്ചത് വേറെ ഒന്നുമല്ല. നമ്മുടെ നിന്നപ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അവന് കുറച്ച് നല്ല സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അതിലേക്ക് പോകുന്നവർ അവനെയൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവൻ ട്രിപ്പിന് വന്നില്ല എന്ന് പറയുന്നത് അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം കുറേ നേരം നിൽക്കാൻ പറ്റില്ല, കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഗോവയ്ക്കാണെങ്കിൽ ഓക്കെ എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയതോളം അവന് എക്സാം അല്ല ചിലപ്പോൾ അവന് പലതും എല്ലാവരും പറയണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവൻ്റെ മദറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് അവൻ്റെ ക്ഷീണങ്ങളുള്ളതുകൊണ്ടാണ്. ആരും അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതൊന്നും പറയാനാണ്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആവാം. അതൊക്കെ അതിലേക്ക് പോകുമ്പോൾ ഒന്ന് അന്വേഷിക്കുകയും ചെയ്യും. നിങ്ങൾ ഇത്രയും കൂട്ടുകാരായിട്ട് നിൽക്കുമ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കാറുണ്ട്.
ബ്ലോഗിലെ ചർച്ച ചെയ്തില്ല അങ്കമാലിക്കുണ്ട് കളമ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ആലോക അത്ര എല്ലാരും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ല പേഴ്സണലി എനിക്ക് എല്ലാവരെയും അറിയാം നിങ്ങളെ. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ടിരിക്കുന്നു. കാണുന്ന കണ്ടതിന് ഭയങ്കര സന്തോഷം. ഇനി എപ്പോഴും എങ്ങനെയൊക്കെ ഒന്ന് കാണാന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. എക്സ്റ്റേണൽ ഡ്യൂട്ടിയൊക്കെ ഉള്ളതാണ്. ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങളുടെ ഇതിലേക്ക് പറയുന്നത്. എന്ത് വന്നാലും ശരി, ആ ഒരു ഇങ്ങനൊരു ഫെയർവെൽ വിളിച്ച് ഞാൻ പോകും. എന്ത് സംഭവിച്ചാലും അത്രയും ഫെയറായിട്ടാണ് നിങ്ങളോട് മാറുന്നു മാറ്റി അതുകൊണ്ട് തന്നെ പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും ഫീൽഡ് മാറിയ പോലെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഞാൻ പറയാണ് മക്കളെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രോഗ്രാമിങ് അറിയാവുന്നതാണ്. മറ്റ് ടെക്നിക്കൽ ഇതിൽ നിന്ന് വരുന്നവരിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മെനക്കെട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ജോലിക്ക് കയറാൻ പറ്റും. അതുപോലെ ഫ്രഷേഴ്സ് എന്നുള്ള പേരിലുള്ള സമയങ്ങളിൽ മാക്സിമം നിങ്ങൾ കയറാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ ആരും തന്നെ ജോലിക്കാരെ സെലക്ട് ചെയ്യുന്നില്ലെന്നുള്ളൊരു വാസ്തവമാണ്. അതിൻ്റെ ഒപ്പം ഫ്രഷേഴ്സിനെ കുറച്ചും കൂടെ അവരെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടെ നോക്കുന്നത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെയാണ് അവർ നോക്കുന്നത്. പണിയെടുപ്പിക്കും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളൊന്നും വിചാരിക്കണ്ട. അതായത് സന്തോഷമുള്ള ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ നിങ്ങൾക്കവിടെ നിർത്തിയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇനി ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയണ്ട, ഉണ്ടാവും. പക്ഷെ ഇത്ര സന്തോഷവും സമാധാനവും. കാരണം ഇനി നമുക്ക് അങ്ങോട്ട് ഉത്തരവാദിത്തങ്ങൾ വരികയാണ്. ലൈഫിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ പാർട്ട് ടൈം ചെയ്യുന്നവർക്കാണെങ്കിലും ആ ഒരു ജോലി ഉണ്ടെങ്കിൽ അവരത് പോകാൻ വേണ്ടി ആ ഒരു ഉത്തരവാദിത്തം അത് തന്നെയാണ് സംഭവം. നമ്മുടെ ലൈഫിൽ അങ്ങനെയുണ്ട്. നമ്മൾ ഇനി അങ്ങനെ ഉത്തരവാദിത്തമുള്ളവരോ PG എടുക്കുന്നവരാണെങ്കിലും PG എടുക്കുക, എടുത്തതിൻ്റെ കൂടെ ആണെങ്കിലും നിങ്ങൾ ഇനി PG എടുത്തതിന് ശേഷം ചുമ്മാ ഇതുപോലെ PG എടുക്കുകയല്ല, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണെന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ടീച്ചിങ് ഫീൽഡിലേക്കാണെങ്കിൽ ഉറപ്പായിട്ട് PhD ഒക്കെ എടുക്കണം, നെക്സ്റ്റ് എഴുതിയെടുക്കണം. ഈ രണ്ട് സംഭവങ്ങളും നോക്കിയിട്ട് മതി. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ നിങ്ങളുടെ കരിയർ ഓറിയന്റഡ് ആയിട്ട് മാത്രമേ നിങ്ങളിന് മുന്നോട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. വെറുതെ സമയം കളയാൻ വേണ്ടി ഒരിക്കലും ഇത് ചെയ്യരുത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഏജ് ഓവർ ആകുക എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും. നിങ്ങൾക്കറിയാം, ഇപ്പൊ ബാങ്കിങ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് 28 വയസ്സ് വരെ ഉണ്ട്. ചുമ്മാ നിങ്ങളൊരു ഇപ്പൊ PSC പഠിക്കുന്നു നോക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അത്രയും ഡെഡിക്കേറ്റഡ് ചെയ്താൽ മാത്രമല്ല. അതായത് 100-ൽ 98 കിട്ടുന്നവർക്ക് 95 തൊട്ട് 100 വരെയുള്ള ആ മാർക്കുകൾക്കിടയിലുള്ളവർക്ക് മാത്രമേ അറ്റ്ലീസ്റ്റ് ലിസ്റ്റിൽ പേര് വരുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭീകരത എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. മനസ്സിലായോ? ഒരിക്കൽ അത് കിട്ടി തുടങ്ങിയാൽ പിന്നെ പല സബ്ജക്ട്സിനും കിട്ടും. ഇതൊക്കെ ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങോട്ടാണ് തിരിയുന്നത് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യാവുള്ളൂ. ചുമ്മാ ചാടിക്കയറി കണ്ട കോഴ്സൊക്കെ എടുത്തിട്ട് പിന്നെ ഈ 6 months കോഴ്സോ അല്ലെങ്കിൽ 3 months കോഴ്സൊക്കെ എടുത്തിട്ട് ഇപ്പം ജോലി കിട്ടുമെന്ന് പറഞ്ഞെടുക്കുന്നത് അതിന് ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പഠിച്ച കോഴ്സുകളും അത് വെച്ച് നോക്കുമ്പോൾ അത്ര തന്നെയുള്ളൂ. പക്ഷെ മര്യാദ ചെയ്യണമായിരുന്നു. നമ്മൾ ചെയ്തില്ല. ഇനി ഞാൻ മര്യാദ പഠിക്കാം എന്നുള്ള രീതിയിലാണ് നോക്കിയത്. അല്ലെങ്കിൽ ഈ ടൈം ഭയങ്കര വാലിഡ് ആണ്. ഇതും കൂടെ നിങ്ങൾ ഉഴപ്പിക്കളഞ്ഞു പോയാൽ പിന്നീട് ഓരോന്ന് കിട്ടുക അത്ര ഈസിയല്ല. ഇപ്പൊ തന്നെ ഞാൻ ആദ്യമൊക്കെ നിങ്ങളുടെ അടുത്ത് പരീക്ഷ എഴുതി പാസ്സാവണമെന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡ് ചെയ്ത് ലാസ്റ്റ് എല്ലാവരും കഷ്ടപ്പെട്ടാണ് കുറേ എഴുതിയെടുത്തില്ലേ. ഇറങ്ങാറാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? മനസ്സിലാക്കില്ലെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു റിസൾട്ട് ഇപ്പം എല്ലാവർക്കും ഉണ്ട്. അതിന് വലിയ സന്തോഷമാണ്.
കുട്ടികളും പാസ്സാണ് ഈശ്വരാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും പാസ്സായി ഭയങ്കര സന്തോഷമായി. അത് പറയാതിരിക്കാൻ വയ്യ. അത് നിങ്ങളും അങ്ങനെ തന്നെ ഉണ്ടാവണം. കാരണം എല്ലാവരും നമ്മുടെ കുട്ടികൾ അത് ആരെങ്കിലും അവിടെ നിന്ന് പോയാൽ അതൊരു വിഷമമാണ്. ഞാൻ അത് കൂടുതലും അവരെ നോക്കാറുണ്ടായിരുന്നു. അവരുടെ അടുത്ത് കറക്റ്റ് ഡേറ്റ്സും മെൻഷൻ ചെയ്തെല്ലാം പറഞ്ഞൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഞാനതാണ് ഞാൻ പറഞ്ഞത് 20 ബാച്ചാണോ നിങ്ങളാണോ എനിക്കതിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലൊക്കെ പക്ഷെ ഇപ്പൊ നിങ്ങളുടെ കറണ്ട് ഇതെനിക്കറിയില്ല ആരൊക്കെ എത്രത്തോളം ക്ലാസ്. പക്ഷെ കഴിഞ്ഞ ഇതുവരെ എനിക്ക് കറക്റ്റായിട്ട് എല്ലാ സ്കൂളും അറിയാം. അങ്ങനെയൊക്കെ പിന്നെ ഇതൊക്കെയാണ് എപ്പോഴും നന്നായിരിക്കുക. അല്ലെ അവരവിടെ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. വളരെ പിന്നാണ് ഇങ്ങോട്ട് ചോദിച്ചത്. വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല. എക്സാം ആവും. ഡേറ്റ് ആയിട്ട് വന്നാണ്ടായിരിക്കും പോട്ടെ. അപ്പൊ അതാണ് അല്ല ഇതിൽ ആരെങ്കിലൊക്കെ പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും നല്ല പറയാളെന്തേലും നോറയെ കുറിച്ച് എന്താ അഭിപ്രായം? നോറയെ കുറിച്ച് എന്താ അഭിപ്രായം? എല്ലാം എത്ര തന്നെയായാലും ഒരു പാർട്ടി നോക്കി അത് സക്സസ് ആവുക അതൊക്കെ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങൾ ചെയ്തവർക്കറിയാം. അതെല്ലാം ശരിയാണ്. ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് എൻജോയ് ചെയ്തോളുക. പക്ഷെ ഇതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെറുതെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുക്കിയിരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ഒരു സക്സസിലേക്ക് എത്തില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ അധ്വാനിച്ചാൽ ഈ സമയങ്ങളിൽ അധ്വാനിച്ചാൽ അതിന്റെ റിസൾട്ട് കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു ഫെയർവെൽ ഇങ്ങനെ കണ്ടക്ട് ചെയ്താൽ അവരെ തിരഞ്ഞെടുക്കുക. അമൃതേക്ക് മുക്കൽ വിദഗ്ധൻ ഏതൊരു ഫംഗ്ഷൻ എല്ലാവരുടെയും ഒരു സ്റ്റൈൽ കണ്ടെത്തുക, പൈസ കണ്ടെത്തുക, ഇതെല്ലാം ചെയ്ത് അത് അറേഞ്ച് ചെയ്യുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. അത് നിങ്ങൾ എല്ലാവരും ചെയ്യാറുമുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്താൽ എല്ലാ കാര്യങ്ങളിലും ഇതെടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബോർഡ് വാങ്ങിച്ച് വെച്ചായിരുന്നു എല്ലാവരും കൂടിയ ഇതുപോലെ ചടങ്ങൊക്കെ പെയിന്റിംഗ് ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചത്. നമുക്ക് ഒരു സമയം വാങ്ങാം. ഇനി
പിന്നെ ഈ വരാത്തവര് ഇനിയിപ്പോ നമ്മള് അടുത്തൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. ആ ഞാൻ പരിചയം ഞങ്ങളുടെ അമ്മയില് എന്റെ മറ്റേ SLC-ക്കൊക്കെ പ്രൈസ് തന്നെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ആ ഫോട്ടോ അന്ന് MLA ആയിരുന്നു, ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട്. എന്റെ വണ്ടിയാണ്. അല്ല അപ്പുറം പോയിരിക്കും. ജ്യോതി മിസ് പറഞ്ഞ പോലെ നിങ്ങളുടെ ബോർഡ് പൊട്ടിച്ച ആ ഒരു പ്രശ്നത്തിന്റെ ഇടയിലാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു മിസ് ആരാ പൊട്ടിച്ചത്? മിസ്സോട് ഒരാളായിട്ട് നിങ്ങൾ പറയില്ല, അവർ ഒറ്റക്കെട്ടാണ് ഒരാളുടെ പേര് പറയില്ല എന്ന്. അത് തന്നെയാണ് ഈ ലാസ്റ്റ് നിമിഷം വരെ നിങ്ങൾ ഒറ്റക്കെട്ടാണ്. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ കാണുന്ന യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാനോ ഒന്നുമില്ല. ക്ലാസ് എടുക്കാൻ പോവാം. നിങ്ങൾ ആരും ഡൗട്ട് ചോദിക്കുന്നില്ല, ആരും ക്ലാസ് ശ്രദ്ധിക്കുന്നേ ഇല്ല. കൊമേഴ്സിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിള്ളേർ ഡൗട്ട് ചോദിക്കും, സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ അത് പറയും ഇത് ഏത് സിലബസ്. ഇത്രയും സിമ്പിൾ ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബാച്ച് ഉണ്ടായിട്ടില്ല. പിന്നെന്താ പറയാ, കുറച്ചുകൂടി സീരിയസ് ആവാട്ടോ. എല്ലാം കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറുമ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങളും ചെയ്തിട്ടുണ്ട്. സീരിയസ് ആവാം. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് കൂടുതലായിട്ട് അറിയാവുന്ന പിന്നെ ആദ്യം ഹബീബിന്റെ റിസൾട്ട് ഉള്ളത് എനിക്കത് വളരെയധികം ഇഷ്ടമായിട്ടോ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗില് ഏതായാലും പ്രതീക്ഷിച്ചിരുന്നു റിസൾട്ട്. 50-78 എല്ലാവരും നന്മകളും ആത്മാർത്ഥമായിട്ട് സർവേശ്വരനെ പ്രാർത്ഥിക്കുന്നു. ആശിഫ് ഒരു കാര്യം പറയട്ടെ, ഞങ്ങളല്ല നിങ്ങൾ പറയും. ആമിന പറയട്ടെ.
എന്റെ ബൈക്കിന് വിടാൻ ഞാൻ പറയണ എന്റെ വണ്ടിക്കുണ്ടാ പ്രോബ്ലം പോയി ആളില്ല പറഞ്ഞേ അടുത്തതായി വേദിയിലേക്ക് സഫ അതിന് ശരിക്കും കോളേജിൽ കയറി ആ ഒരു 1 ഇയർ എവിടെ പോയിട്ട് വീട്ടിൽ തന്നെയാണ് കോഡിങ് പഠിച്ചതും ആ ഒരു ഇൻട്രസ്റ്റ് വെച്ച് കണ്ടുപിടിച്ച കോഴ്സാണ്. ഈ കോഴ്സിനെ പറ്റി അധികം ആർക്കും അറിയില്ല, അത് ഞാൻ തന്നെ കണ്ടുപിടിച്ച് കയറിയതാണ്. കയറി കഴിഞ്ഞതിന് ശേഷം വിശ്വനാഥെല്ലാവരും അടിപൊളിയായതുകൊണ്ട് നടക്കണം, അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണം. കുറച്ച് നാളായിട്ട് എനിക്ക് സഹായിക്കേണ്ടി വന്നു. കോഴ്സ് കഴിഞ്ഞു. ഇതുവരെ എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്യാറുള്ള ഡൗട്ടൊക്കെ ചോദിക്കാനാണ്. ഡൗട്ട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് റീച്ച് മെസ്സേജ് ചെയ്യണം. ഞാൻ വർക്കിന് ചെയ്തേക്കാണ്, വർക്ക് നല്ല രീതിയിൽ പോകണം. അടുത്തതായി 2 മാസം സംസാരിക്കാൻ ഒരു കോണ്ടാക്ട് ശരി ഷർട്ട് മാറ്റാൻ ഇതിന്റെ എക്സ്പീരിയൻസ് പറ. പഠിക്കുവാണേ കോണ്ടാക്ട് കീപ്പ് ചെയ്തതും സ്റ്റിൽ ഇൻ ടച്ച് ഉള്ളത് പിന്നീട് ഒബ്വിയസ്ലി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. വന്നില്ലേ കൊച്ചു എനിക്ക് പറയാം.
നിങ്ങൾ ഡേറ്റ് പറഞ്ഞാൽ മതി. ഡേറ്റിംഗ് അന്ന് നമ്മളെ പെറ്റ് വെച്ച് 4 കേക്ക് ഒരു പാസ്സായിരുന്നു. ഇനി നിങ്ങൾ കോഴ്സ് കഴിഞ്ഞു PG ചെയ്യും, കുറെ പേര് PG ടോപ്പ് ചെയ്യും, കുറെ പേര് ജോലി ടോപ്പ് ചെയ്യും. വെറുതെ നിങ്ങൾ ഓർക്കുന്നത് റിലാക്സ് ചെയ്യണം. പക്ഷെ അങ്ങനെ റിലാക്സ് ചെയ്തിരുന്നതിന് നിങ്ങളുടെ കരിയറിൽ ഒരു ബ്രേക്ക് വരും. ഡെഫിനറ്റ്ലി നിങ്ങൾ വേറൊരു ജോബിലേക്ക് പോകുമ്പോഴത്തേക്കും അതൊരു റിസൾട്ടായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരും തന്നെ ബ്രേക്ക് എടുക്കരുത്. കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് കയറുക, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനായിട്ട് കയറുക. പിന്നെ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അടുത്ത മാനേജ് ടീച്ചേഴ്സിനെയൊക്കെ കാണാൻ വരിക കോളേജിൽ, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിയ കോളേജിലേക്ക് നല്ലൊരു ബാച്ചായിരുന്നു. കോമൺ ടീച്ചറായിരുന്നു. പല കുട്ടികളെയും പഠിക്കുന്നുണ്ട്, ഫാഷനിലുണ്ട്, സ്പോർട്സിലുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറ് ഒരു മെസ്സേജിലെ കുട്ടികളാണ്. ആദ്യം നിങ്ങൾ സുഖം കാണിക്കുന്നുണ്ടെങ്കിലും മാർക്ക് സ്കോർ ചെയ്യും. പിന്നെ എഫേർട്ട് ഏറ്റവും കുറച്ചെടുക്കേണ്ടി വരും. സ്പോർട്സിലേക്ക് കുട്ടികളെ നമുക്ക് അപ്രോച്ച് തീരെ കുറവായിരിക്കും. നമുക്ക് ഒരുപാട് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നിങ്ങളുടെ റിസൾട്ടിലും അത് കാണട്ടെ ആശംസിക്കുന്നു. പിന്നെ നിങ്ങളുടെ പാരൻസ്, അവരെ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കരുത്. എപ്പോഴും അവരുടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങളുടെ ഉമ്മ, ഉപ്പ, നിങ്ങളുടെ സഹോദരങ്ങള്, അവരൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പോൾ വലിയ പൊസിഷനിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ കുറെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സെക്കൻഡ് മദർ എന്ന ഒരു ഇതിലാണ് എനിക്ക് എൻ്റെ കുട്ടികളെ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറയാൻ എൻ്റെ മോനെയാണ്. അപ്പൊ ആ ഒരു കാണും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കോളേജിലെ അധ്യാപകരെ പറ്റി എസ്പെഷ്യലി കോളേജ് തുടങ്ങി ഒരു മാസം നേരത്തെ ഞാൻ ഡിഗ്രി എടുക്കാണ്ട് അല്ല, ഞാൻ എഞ്ചിനീയറിംഗ് കൊണ്ടാണ്. ഞാൻ എഞ്ചിനീയറിംഗ് നോക്കുന്നതാണ്. പിന്നെ എന്നെ കൂടെ കൂട്ടുകാരാണ്. ഞാൻ പിന്നെ ഡിഗ്രി എടുക്കാറുണ്ട്. ഞാൻ ഒരു മാസം ഗ്യാപ്പിട്ട് ലാസ്റ്റാണ്. അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും യൂണിഫോം കമ്പനി ഞാൻ മാത്രമേ കേൾപ്പിക്കുക. ഞാൻ നേരെ പിന്നെല്ലാരും പരിചയപ്പെടുത്തുന്നത്
റിയാന. അപ്പോഴും ഞാൻ കോളേജിലുണ്ട്. കാരണം പിന്നെ ഇങ്ങനെ പരിചയക്കാരുണ്ടായില്ല. അന്ന് 3-ാം മാസം ഫേസ്ബുക്ക് ചെയ്യാനായിട്ട് ചെറുപ്പത്തിൽ ആമിനാണ് എനിക്ക് പിന്നെ മുസ്ലിം സഹായിച്ചത്. എന്റെ മറ്റേ സുഹൃത്ത് ആദ്യത്തിന്റെ ചങ്ങാതി ആമിന. ഫ്രണ്ട്സ് ആയിട്ട് ഫൈറ്റൊക്കെ ഉണ്ടായിട്ട് പിന്നെ എല്ലാവരും പരിചയപ്പെട്ട് സമയമുണ്ട്. ആദ്യം കോളേജിൽ ഉണ്ടായില്ല. പിന്നെ എല്ലാവരായിട്ടും പരിചയമൊക്കെയായി ഇൻട്രസ്റ്റ് വന്ന് പിന്നെ മിസ്മാരെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മിസ്മാരിലപ്പുറം സുഹൃത്തായ എനിക്ക് തന്നിട്ട് തരാം. ഞാൻ പന്ത്രണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയും. ലാസ്റ്റ് ആയപ്പോഴാണ് തേർഡ് ഇയർ ഏയ് വേണ്ട അതിങ്ങനെ ഫോട്ടോ എടുത്തതിനെ ബാധിക്കും. അത് പറയുന്നത് ശരിയായിട്ട് കുഴപ്പമില്ല. നിങ്ങൾ സ്റ്റാഫ് റൂമിൽ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ചങ്ങാതി സ്റ്റാഫായ വിവേക് സാർ ചെയ്യുന്നു. കണ്ണൂരാണ്. പിന്നെ ഷെറീന മിസ്, സുൽഫത്ത് മിസ്, ചേർന്നത് വിചാരിക്കുന്നത്. അപ്പൊ പ്രോഗ്രാംസിന്റെ ഫുഡും 2 വർഷം ഗെയിംസ് ഉണ്ട്. അതെനിക്കൊരു ഫോട്ടോ, അതെനിക്ക് ഐസ്ക്രീം. എന്ത് ഫുട്ബോളിന്റെ പ്രശാന്ത് എല്ലാരും വീട്ടിൽ പോയിട്ട് യൂട്യൂബിലെ വീഡിയോ ആണ്. യൂട്യൂബില് ഇറങ്ങുന്നതായിരിക്കും. നമുക്ക് യൂട്യൂബ് ചാനൽ ഇതൊരു 5 വീഡിയോ, ഇതാണ് 10 വീഡിയോ. എല്ലാത്തിനും വീഡിയോഗ്രാഫർ ഷാഹിദ്, കണ്ടുപിടിക്കുന്നതും ഷാഹിദായിരിക്കും. പിന്നെ എന്തൊരു ഇടയ്ക്ക് വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആദ്യം ഒരു കാര്യത്തിൽ വിളിച്ചാൽ കോൾ എടുക്കൂല. അതിന് കുറച്ചായിട്ട് മെസ്സേജ് ചെയ്യും. അതിങ്ങനെ വിളിച്ചാൽ എവിടെ കോൾ എടുക്കാത്തത്. അടുത്ത കഴിക്കാനായിട്ട്
ആശുപത്രി വാക്ക് മര്യാദ കുഴപ്പമില്ല, അതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലെങ്കിൽ ആശുപത്രി ആണെന്ന് ചോദിക്കാം. അതിന്റെ അടുത്ത് വെച്ചാൽ എനിക്ക് മനസ്സിലാവും. പോകാണ്ട് ഒരു സബ്ജക്ട് ഉണ്ടാവില്ല. എല്ലാരെയും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് എന്താ പറയണ്ടത്? എല്ലാവരും ഭയങ്കര കമ്മിയാണ് പഠിക്കാനൊന്നും വന്നത്. കളിച്ചിരിച്ച് ഫുള്ള് സംഭവം നോക്കിയാൽ മതി. എല്ലാരും ഭയങ്കര മിസ് ചെയ്ത് അവിടെ നമസ്കാരം. ഞാൻ ഇംഗ്ലീഷിലേക്ക് പറയാം. അങ്ങനെയാണ് ചോദിച്ചുള്ളതല്ല. ഞാൻ ആദ്യ മാസം പിന്നെ ഞാൻ അന്ന് കൊമേഴ്സിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പിന്നെ അങ്ങനെ പയ്യെ എല്ലാം റെഡിയായി കാരണം എല്ലാം തുറന്നു വരുന്ന സിനിമയായിട്ടാണ്. ഒരു വലിയ പ്രഭാഷണത്തിനായി ആദ്യം ഹബീബിനെ വിളിക്കാം. ഞാൻ ഫസ്റ്റ് വന്നറിയില്ലേ ഞാൻ കോളേജിലൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും അറിഞ്ഞോ. ഞാൻ വന്ന് കയറുന്നപ്പോൾ എനിക്കൊന്നും ബേസിക് പഠിച്ചിരിക്കുന്ന പ്രോഗ്രാമിംഗ് ആണെങ്കിൽ എനിക്ക് ഇവിടെ അറിഞ്ഞതായിരുന്നു. പിന്നെന്താ വെച്ചാല് പിന്നെ സാഹചര്യം അതായിട്ട് മെയിനായിട്ട് ഫസ്റ്റ് HTML കാര്യങ്ങളും പഠിപ്പിച്ചപ്പോഴും കുറച്ച് കാര്യങ്ങൾ ആദ്യം മനസ്സിലായില്ല. പിന്നെ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഡൗട്ടിൽ ഓർമ്മയാണ് സെക്കൻഡിയറൊക്കെ ആയപ്പോഴും ജോലി മിസ്സാണ് മനസ്സിലായത്. ജോലി മിസ് ഈ കൺവെൻഷൻ എല്ലാം സെറ്റ് ചെയ്യാനും ജോലി ഹെൽപ്പ് ചെയ്ത്. പിന്നെ റിയാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പക്ഷേ
പിന്നെ സംവിധാനം പിന്നെ പൊട്ടി ഡിപ്രഷൻ അടിച്ച സമയത്ത് കുഴപ്പമില്ല പേടിക്കാൻ കിട്ടും. പിന്നെ യൂണിവേഴ്സിറ്റി ചെന്നാലും ഞാൻ ഇവിടെ ഔട്ട് ഒഴിക്കുന്ന സത്യാംശം. പിന്നെ സെക്കൻഡ് ഇയർ ഏറ്റവും കൂടുതൽ ബോണ്ടതായിട്ട് മിസ്സിന് എടുത്തു. പക്ഷെ എനിക്ക് മിസ് പോയ സമയത്ത് എനിക്ക് മിസ് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, ലാസ്റ്റ് അറിഞ്ഞത്. മിസ്സിനടുത്ത് മെസ്സേജ് അയക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അതെനിക്ക് വിഷമമുണ്ടായി. പിന്നെന്താ വെച്ചാല് നിങ്ങളുടെ കാര്യം ഞാൻ ഫസ്റ്റ് ഇയർ വന്നിട്ട് എനിക്ക് ആരും ഒരു കമ്പനി ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇയർ ആയപ്പോൾ ഇപ്പൊ കുറെ പേര് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് കോളേജിൽ നിന്ന് പോവുകയാണെങ്കിൽ കുറെ പേര് മിസ് ചെയ്യും. പിന്നെ മെയിനായിട്ട് ഞാൻ കൊല്ലത്തിൽ ഇവിടെ വരെ വരുന്നത് വെച്ചാൽ നിന്നാണ്. പിന്നെ ഇനി അങ്ങോട്ട് ആയിരിക്കോട്ടെ എന്ന് വെച്ചാൽ ഇനി ഫെയർവെല്ലിന്റെ കാര്യം ഇപ്പൊ ഫെയർവെൽ കഴിഞ്ഞാണെങ്കിലും നിങ്ങളെ കാണാൻ എന്തായാലും കൊല്ലത്തെ കൊണ്ടുപോകും. പിന്നെ ഇപ്പോഴും പറയാൻ നിങ്ങൾ മിസ് ചെയ്യും. എന്താ പറയാ ഇതെങ്കിലും പറയൂ. എൻഡിങ് ട്രബിളാണ്. ഡീബാർ ചെയ്ത കഥ ഈ പോകാൻ നോക്കിയേ. ഇങ്ങനെ സ്റ്റാൻഡേർഡ് വെച്ചോട്ടി. കോളേജില് ഇതിനാണ് ആദ്യം മീറ്റ് ചെയ്തത്. പിന്നെ എന്റെ കൂടെ നേരത്തെ മുതൽ പഠിച്ചേക്കണം. കോളേജിലൊന്നും ആദ്യമായിട്ട് കമ്പനി ഇവരായിട്ടാണ്. കമ്പനി ആയിട്ടുള്ളതില് കമ്പനി ആവണ്ടെന്ന് തോന്നിയിട്ടുള്ള അല്ല ശരിക്കും ആ ടൈമിലാണ് 50 ഭയങ്കരമായിട്ട് അടിക്കാറാക്കിയിട്ടുണ്ട് എല്ലാവരും. എന്റെന്നല്ല എല്ലാവരും. അപ്പൊ ഇവന്റെ കൂട്ടാട് തന്നെ പിന്നെ അങ്ങനെയാണ് പിന്നെ ക്ലാസ്സിൽ ഷെറിൻ, ഫറാന, തസ്മി, തൻവീർ പല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പിന്നെ കമ്പനി ആയിട്ടാണെങ്കിലും റിയാമിസായിട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ വിസ്മീൻസ് സാറിനെ പറ്റി രണ്ട് വർത്താനം പറയാൻ പറ. ആ സാന്ത്രംസ് അന്വേഷിച്ചിരുന്നു സാർ. സിഎമ്മിന്റെ അടി എല്ലാരും മിസ് ചെയ്യും. കറക്റ്റ് നീ കിട്ടി.
ഒന്നുകൂടി പറയടാ. തേങ്ങാച്ചോർ സോഫ്റ്റ്വെയറിലേക്ക് വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരെയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ജ്യോതി മിസ്സും സുൽഫത്ത് മിസ്സാണ്. മിസ് കുറെ പറഞ്ഞു പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ. കളിയാക്കിക്കൊണ്ടിരിക്കും ഓരോ ഡ്രസ് ഇട്ടുണ്ടായിരുന്നു. എനിക്ക് റേറ്റ് അത്ര ഈ പുള്ളിയുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഉള്ളിലേക്ക് കയറ്റണം. ഇപ്പൊ കയറ്റണം, പക്ഷെ അവിടെ പ്രസംഗിക്കാണ്. അത് നമ്മളെ 3 വർഷത്തെ ഓർമ്മകള് എല്ലാം കൂടി ഒരു ഫ്രെയിമാക്കി നമ്മളനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്ത എല്ലാ ഫോട്ടോസും കൂടി ഫ്രെയിം ആക്കിയിട്ടുള്ളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും കാണാം. HOD, tutor. എല്ലാവരും ഒരു ഫോട്ടോ കൊടുക്കട്ടെ. ഇവിടെ എല്ലാവർക്കും